ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വട്ടയപ്പം നമ്മളൊരൽപ്പം വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ ദോശ റൈസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്ന ആ ഒരു അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു പച്ചരിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. അരിപ്പൊടി ആണെങ്കിലും അരക്കപ്പ് തന്നെ എടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു അരി ഞാനിപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മുതൽ 6 മണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഇതങ്ങനെ സോക്ക് ചെയ്തെടുത്തിരിക്കുന്ന അരിയാണ്. ഈ ഒരു വട്ടയപ്പം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ശർക്കര ഉപയോഗിച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഗ്രാമിൽ പറയുകയാണെങ്കിൽ ഏകദേശം 100 ഗ്രാം കാണും. ഇതിപ്പോൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് അളവ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കുകയാണ് വേണ്ടത്. നൂൽപ്പരുവൊന്നുമില്ല, ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ആ ഒരു പരുവാകുന്നത് വരെയാണ് ഈ ഒരു പാനി തയ്യാറാക്കി എടുക്കേണ്ടത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതതുപോലെ തുടരെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്ന് ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രേ വേണ്ടൂ. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ശർക്കര വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സാധാരണ വട്ടയപ്പം തയ്യാറാക്കുന്നത് പോലെ പഞ്ചസാരയിലും തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അവിലാണ്. ഇവിടെ 1/4 കപ്പ് അളവ് വെളുത്ത അവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ടുള്ളതല്ല, മീഡിയം തിക്നെസ് ആയിട്ടുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും അവിൽ നല്ലപോലെ സോക്കായിട്ട് വന്നോളും. ഈ ഒരു അവിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അളവിൽ തന്നെ ചോറ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് നേരത്തേക്ക് അവിടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചരി വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ തരികളൊന്നും ഇല്ലെങ്കിലും ഞാനൊന്ന് അരിച്ചിട്ട് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അവിലും കൂടെ ചേർത്ത് കൊടുക്കാം. അവിൽ കണ്ടില്ലേ, 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. ഞാനിവിടെ അരക്കപ്പ് മുഴുവനായിട്ടും തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈസ്റ്റാണ്. ഇവിടെ 1/4 ടീസ്പൂൺ അളവിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഈ വെള്ളം ആവശ്യമായിട്ട് വരും. ഞാനിതിപ്പോൾ ഒന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വെള്ളത്തിന് പകരം നിങ്ങൾക്കിത് തേങ്ങാപ്പാലിലും അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 7 മുതൽ 8 മണിക്കൂർ നേരത്തേക്കാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് രാവിലെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാത്രി ഈ കൂട്ട് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് ഫെർമെൻ്റായിട്ട് വന്നോളും. അപ്പോൾ ഇതിപ്പം 8 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കുന്നതാണ്. നല്ലപോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നല്ലപോലെ പതഞ്ഞ് വരണം. അപ്പോഴാണ് നമ്മളുടെ വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഒന്ന് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഉപ്പ് ഞാനിവിടെ അരക്കുമ്പോൾ ചേർത്തിരുന്നു. ഇനി നിങ്ങൾ അരക്കുമ്പോൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫെർമെൻറ്റേഷനൊക്കെ ചെയ്തതിന് ശേഷം ചേർത്താൽ മതിയാകും. ഇനി ഏത് പാത്രത്തിലാണോ വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ ഒന്ന് എണ്ണ തടവിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൽ നേരത്തെ വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇതിലേക്ക് ഇതുപോലെ സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് നമുക്ക് ആ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇതിനെ ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ആകുമ്പോൾ ഇത് തുറന്നിട്ട് കുറച്ച് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പക്ഷേ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ ഈ ഒരു വട്ടയപ്പത്തിൻ്റെ രുചി ഒന്നും കൂടെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഉണക്കമുന്തിരി ഇടുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ തുറന്നിട്ട് ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച് നിൽക്കില്ല. ആദ്യമേ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് താണു പോകാനും സാധ്യതയുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 35 മുതൽ 40 മിനിറ്റ് നേരത്തേക്കാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയം പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചും ഒക്കെ വ്യത്യാസപ്പെടും. 30 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുക. ഇതുപോലൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല പോലെ ചൂടാറി വന്നതിന് ശേഷം വേണം നമ്മളിത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഡിമോൾഡ് ചെയ്തെടുക്കാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് അടർത്തിയെടുത്തതിന് ശേഷം കൈയിലേക്ക് വെച്ചിട്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ പാത്രത്തിൽ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഇവിടെ വട്ടയപ്പം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ വട്ടയപ്പം ഇരിക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ വട്ടയപ്പം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വട്ടയപ്പത്തിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശർക്കരയും ഉണക്കമുന്തിരിയും വരുമ്പോൾ ശരിക്കും ആ ഒരു വട്ടയപ്പത്തിൻ്റെ രുചി ഇരട്ടിയാകുന്നത് പോലെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അതുപോലെ തന്നെ ആ ഒരു ശർക്കര വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ശർക്കരയുടെ രുചിയും കൂടെ വരുമ്പോൾ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു ക്രിസ്മസിന് ശർക്കര വട്ടയപ്പം തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ തയ്യാറാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.